കഴിക്കാൻ എടുത്ത് വെച്ചതാത്. ഇതൊക്കെ എല്ലാവർക്കും കഴിക്കാൻ സാധനമാണ്. എല്ലാവരും കഴിക്കാം. നാരായണക്കുട്ടിന് കഴിക്കാം, എനിക്ക് കഴിക്കാം, അപ്പാപ്പിക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. എന്നാ നിന്ന് കഴിച്ച് നോക്കിക്കേ. ഞാൻ രണ്ടുപേരും കഴിച്ചു. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചേരാൻ പറ്റും. ഇങ്ങനെ പഞ്ഞി പോലെ പക്ഷെ ഇത് ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ട് ഇനി എന്തിനാണ് പറയുന്നത്? ഇത് ക്യൂട്ട് സ്മൈൽസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. സൂപ്പർ. നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് മാഷ്മെല്ലോസ് ആണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഐറ്റമാണ് മാഷ്മെല്ലോസ്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിത് ഈ രീതിയിൽ നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, വളരെ സ്പോഞ്ചി ആയിട്ടുള്ളതാണ്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് വീടുകളിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത്, ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. വെറും 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നിർമ്മിക്കുന്ന രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമുക്കിത് ഈ മാഷ്മെല്ലോസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 240 ml വെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അടുപ്പിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം നമുക്കിനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ജെലാറ്റിനാണ്. ഇത് നമ്മൾ എടുത്തേക്കുന്നത് 50 ഗ്രാം ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ബൗളിലോട്ട് ഒഴിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജെലാറ്റിൻ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം നന്നായിട്ട് അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനായിട്ട് 500 ഗ്രാം പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 240 ml വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പഞ്ചസാര നല്ല തിക്കായിട്ടുള്ള പഞ്ചസാര ലായനിയാക്കി നമുക്ക് എടുക്കണം. പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ടോ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവ് ഇതുണ്ട്. ഇതുപോലെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജെലാറ്റിനും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കണം. ഇത് നമ്മളൊരു 1 മിനിറ്റ് 2 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്നൊരു 5 മിനിറ്റ് ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് വാനില എസൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
1 ടേബിൾ സ്പൂൺ വാനില എസൻസ് നമ്മളിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. കുറച്ച് കളറും കൂടെ നമുക്ക് ആഡ് ചെയ്തു. പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിനകത്ത് നമ്മൾ ജസ്റ്റ് കുറച്ച് എണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തേച്ച് വെച്ചേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടോ അതിനകത്ത് എണ്ണ തേച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്കിത് അങ്ങോട്ട് ആ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ നമ്മൾ കളർ ചേർത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമ്മളൊരു 4 മണിക്കൂർ ഇതൊന്ന് ശരിക്കും ഒന്ന് തണുക്കാൻ, ഓരോന്ന് കട്ടിയായി വരാനായിട്ട് ഒരു 4 മണിക്കൂർ നമ്മൾ വെക്കണം. അതിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം, മുറിച്ച് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാർഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ 4 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇത് എടുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ എടുക്കാൻ നമുക്ക് ഇച്ചിരി പാടാത്ത വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് വലിയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മാർഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപങ്ങളൊക്കെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഡോളിൻ്റെയോ അങ്ങനെയൊക്കെ വെട്ടി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഒന്ന് സ്ക്വയറായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാർഷ്മെല്ലോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ഇത് കട്ട് ചെയ്തെടുത്തിട്ടില്ല, കുറച്ച് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും
നല്ല കറക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഉണ്ടാക്കി എങ്ങനെ എടുക്കണമെന്ന്. പക്ഷേ ഇത് ഇത്ര സിമ്പിളായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്ര എളുപ്പം നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.